നീളത്തിലരിഞ്ഞ കോവക്ക മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവോള നീളത്തിലരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഞെരടി തിരുമ്മി കൊടുക്കുക. അതിനുശേഷം ഒരു 2 തക്കാളിയും കൂടി ചേർത്ത് ഒന്നുകൂടി തിരുമ്മിയെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അരപ്പിനായിട്ട് ഒരു 3 പിടി തേങ്ങ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കോവയ്ക്ക ഒന്ന് വേവിച്ചിട്ടെടുക്കാം. വെന്ത ശേഷം അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പ് വേണമെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം സുർക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ച് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക കറി റെഡി.